ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ ക്ലോസറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പുഷ് ബട്ടൺ കൊടുക്കുന്ന രീതി. അതായത് ഫ്ലഷിനും പകരമായിട്ട് ഫ്ലഷ് കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം പുഷ് ബട്ടനാണ് കൊടുക്കുന്നത്. അതായത് പുഷ് ബട്ടൺ കൊടുത്ത് നല്ല ഹൈ പ്രഷറിൽ നമുക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പുഷ് ബട്ടൺ. അതായത് ഫ്ലഷിൻ്റെ അവസ്ഥകൾ കംപ്ലീറ്റ് മാറ്റി ചെയ്തിട്ട് ആകെ ഒരു ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ചെറിയൊരു ബാത്റൂം ആയതുകൊണ്ടാണ് നമ്മൾ പുഷ് ബട്ടൺ ലെവലിലേക്ക് മാറിയത്. കാരണം ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുന്ന സമയത്ത് ഫ്ലഷിൻ്റെ ഏരിയകൾ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയ ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുഷ് ബട്ടൺ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ ആദ്യമേ തന്നെ അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഏറ്റവും ആദ്യമേ തന്നെ ബാത്റൂമിൻ്റെ ലെവൽ എന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുഷ് ബട്ടണിൽ ആദ്യം നമ്മൾ ഉറപ്പിക്കുന്നതിന് മുൻപ് ബാത്റൂമിൻ്റെ ലെവൽ ആദ്യം കറക്റ്റ് മെഷർ ചെയ്യണം. ലെവൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെൽറ്റ് കാണുന്നുണ്ടോ? ഈ ബെൽറ്റ് കാണുന്നതാണ് ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും 14 ഇഞ്ചാണ്. അതിൽ നിന്ന് നമുക്ക് 14 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ബോൾട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ബോൾട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അതിന് ശേഷം 4 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ചെറിയൊരു ഗ്യാപ്പ്, അതായത് ക്ലോസറ്റ് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ക്ലോസറ്റ് ഏതാണെന്ന് തീരുമാനിച്ചതിന് ശേഷം പുഷ് ബട്ടൺ വയ്ക്കുന്ന സമയത്ത് ക്ലോസറ്റ് നമ്മൾ ഏറ്റവും തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് 1.25 ഇഞ്ച് പൈപ്പും അതുപോലെ തന്നെ നമ്മുടെ 4 ഇഞ്ച് പൈപ്പും കൊടുക്കാനായിട്ട്. ഈ വന്നിരിക്കുന്ന 1.25 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുകളിൽ നിന്ന് നേരെ നമ്മുടെ പുഷ് ബട്ടൺ നിങ്ങളെ കാണിച്ചു തരാം. പുഷ് ബട്ടണിൽ നേരെ വന്നിരിക്കുന്നത് 1.25 ഇഞ്ചാണ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് പുഷ് ബട്ടൺ വരുന്നത്. ഇതിലേക്ക് 1.5 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റ് ടാങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കണം ഇതിലേക്കുള്ള പൈപ്പ് ലൈൻ കൊടുക്കേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് വെള്ളം അതിനകത്ത് ഫോഴ്സിൽ വന്ന് നിൽക്കണം. അന്ന് മാത്രമേ നമ്മൾ ടാങ്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് ഇതുപോലെ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടേക്ക് 1-2 സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ഇറക്കിയതിന് ശേഷം അവിടെ നിന്ന് ഡിവൈഡ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ പുഷ് ബട്ടണിലേക്ക് വരുന്ന ലൈൻ സാധാ ലൈനിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അത്രയും പ്രഷറിൽ വെള്ളം ആ പൈപ്പിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒറ്റ പുഷ് ബട്ടണിൽ നമുക്ക് ഈ 1.5 ഇഞ്ച് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ 1.5 ഇഞ്ച് പൈപ്പാണ് നമ്മുടെ ബാത്റൂമിലൂടെ കൺസീൽഡ് ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷം മുകളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അത് ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഹീറ്ററൊക്കെ ഇരിക്കുന്ന ഏരിയ ഉണ്ടാവും. ആ ഹീറ്റർ ഇരിക്കുന്ന അതേ ഹൈറ്റിൽ തന്നെ വേണം പുറത്തേക്ക് തുളച്ചിട്ടിട്ട് വേണം അതിൽ നിന്ന് വേണം നമ്മുടെ ടാങ്കിലേക്ക് കൊണ്ടുപോകാനായിട്ട്. വരുന്നത് 1.5 ഇഞ്ച് പൈപ്പാണ് വരുന്നത്. അതിനുശേഷം 1.25 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്ത് വന്നിരുന്നു. കംപ്ലീറ്റ് ഫുൾ ബ്രാസ് ഫിറ്റിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് ജാഗ്വറിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടൈൽ ഫിനിഷിങ് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതായത് ടൈൽ സർഫസ് മിനിമം മാക്സിമം എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ചെയ്ത് വെക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ് ബട്ടൺ നമ്മൾ ഈ ലെവലിൽ കണ്ടോ മിനിമം നമ്മൾ ടൈൽ വരുന്ന രീതിയിൽ തന്നെ വെക്കണം. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം. എന്നാൽ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും പാടില്ല. കാരണം നമ്മൾ പുഷ് ബട്ടൺ അമർത്തുന്ന സമയത്ത് നമ്മുടെ ബട്ടൺ കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേറ്റ് ഉണ്ട്, ഫ്രണ്ടിൽ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ആ പ്ലേറ്റ് തന്നെ തട്ടാതിരിക്കുന്നതിന് കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന ലെവലിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് പുഷ് ബട്ടൺ കുറച്ചുകൂടി അകത്തേക്ക് വെച്ച് ടൈൽ ഫിനിഷിംഗ് ലെവലിൽ തന്നെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിന് ശേഷം അതേ ലെവലിൽ തന്നെ വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഇനി അകത്തേക്ക് പോയാലും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൽ വന്നിട്ടായിരിക്കും തട്ടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. പകുതി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഓവറായിട്ട് പുറത്തേക്ക് നമ്മുടെ പുഷ് ബട്ടൻ്റെ ഈ ഡിവൈസ് പുറത്തേക്ക് വന്നാലും അതിൻ്റെ പ്ലേറ്റ് അതിൻ്റെ ബാക്ക് സൈഡിലെ ടൈലിൽ പോയി ടച്ച് ചെയ്യില്ല. അപ്പോൾ ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ആ ടൈൽ ഫിനിഷിങ് മിനിമം മാക്സിമം എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടൈൽ ഏതാണെന്ന് കൂടെ ഏകദേശം ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ സിമ്പിളായിട്ട് എത്ര ഇഞ്ച് കനം വരും. സാധാരണ നോർമൽ ഇഞ്ച് കനം വരുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ തൊട്ട് 2 സെൻറ്റിമീറ്റർ വരെയാണ് മാക്സിമം വരാറ്. നമ്മൾ ഉപയോഗിക്കുന്ന ടൈലിനനുസരിച്ചിട്ട് ചില ടൈലുകൾ നമ്മൾ വാൾ ടൈലാണെങ്കിലും കനം കൂടിയ ടൈപ്പ് വരാറുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുന്ന സമയത്ത് അത്രയും കനം കൂടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 സെൻറ്റിമീറ്റർ തൊട്ട് മാക്സിമം 2 സെൻറ്റിമീറ്റർ വരെയാണ് വരുന്നത്. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ പുഷ് ബട്ടൺ കാര്യങ്ങൾ ഉറപ്പിക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫുൾ ഫിറ്റിങ്സ് എല്ലാം തന്നെ ബ്രാസ് ആയതുകൊണ്ട് ഒരിക്കലും തുരുമ്പ് പിടിക്കുന്നോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ്മെൻറ്റ്, അതായത് പുഷ് ബട്ടൺ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയ പുഷ് ബട്ടൻ്റെ ഏരിയ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടൈലിൽ ഒട്ടിച്ചതിന് ശേഷമാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അതിൻ്റെ വാൽവ് കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. പിന്നെ കമ്പനി തന്നെ നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് വിശ്വസിച്ച് വെക്കാം. പിന്നെ വേറെ ഒന്നുമില്ല, നമുക്കിതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഷ് കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. നേരെ ഒരു പുഷ് ബട്ടൻ്റെ ഓപ്ഷനാണ് വരുന്നത്. ഫ്ലഷ് കാര്യങ്ങൾ ഒഴിവാക്കാൻ നേരെ പുഷ് ബട്ടൺ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഫോഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സ്
ഫോഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാനും കൂടി പറ്റും. ഇതിൻ്റെ അകത്ത് ഫോഴ്സ് നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അതിൻ്റെ പുഷ് ബട്ടൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എത്രത്തോളം വെള്ളം നമുക്ക് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് വരണമെന്നും, അതുമാത്രമല്ല എത്രത്തോളം വെള്ളം എത്ര ടൈം, അതായത് നമുക്ക് ഇതിനകത്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ടൈം നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മിനിമം ഇത്ര സെക്കൻഡിനുള്ളിൽ നമുക്ക് വെള്ളം ഫ്ലോ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ നോബാണ് റൈറ്റും ലെഫ്റ്റും തിരിക്കാവുന്ന ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും തിരിക്കാവുന്ന നോബാണ് വരുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ചെറിയ ബാത്റൂമാണ്. ചെറിയ ബാത്റൂം ആയതുകൊണ്ട് ചെറിയ ഒരു ഏരിയയിൽ വരുന്ന രീതിയിൽ നമ്മുടെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, മെയിനായിട്ട് ഇത് കോമൺ ബാത്റൂമാണ് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ബാത്റൂം വന്നിരിക്കുന്നത്. നമുക്ക് ഷവർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് ആകെ ഒരു ടാപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെൽത്ത് ഹോസറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാ CPC വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം തന്നെ കൊടുത്തിരിക്കും. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിൽ മാക്സിമം നമുക്ക് സേഫ്റ്റി ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ PVC പൈപ്പ് ലൈൻ ചെയ്തേക്കണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഫ്ലഷിൻ്റെ ഏരിയയിലാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും ഡ്രില്ലിങ് വരാത്ത രീതിയിലാണ് അതിൻ്റെ പൈപ്പ് ലൈൻ വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. കാരണം നമ്മൾ ഈ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് ടൈലോട്ട് ചെയ്ത് പിന്നീട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആര് വന്നാലും നമുക്ക് ഡ്രില്ലിങ് വരാത്ത രീതിയിലുള്ള ഏരിയയിൽ കൂടെ വേണം നമുക്ക് പൈപ്പ് ലൈൻ കാര്യങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. കാരണം നമ്മുടെ PVC പൈപ്പ് കൊണ്ടുപോയിരിക്കുന്നത് കണ്ടോ, ഓവർലാപ്പ് ഇട്ട്, അതായത് ഡ്രില്ലിങ് വരാത്ത രീതിയിൽ. ഹെൽത്ത് ഹോസറ്റ് ആണെങ്കിൽ ഹെൽത്ത് ഹോസറ്റിൻ്റെ ഓപ്ഷൻ വന്ന് നമുക്ക് അതിൽ ഡ്രില്ല് ചെയ്ത് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഈ പുഷ് ബട്ടനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എവിടെ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.